മെട്രിക് സയൻസ് എഡ്യൂക്കേഷൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മൾ ഇതുവരെ കവർ ചെയ്ത് വന്നത്. അതിൽ പ്രധാനമായും നമ്മൾ പഠിച്ചത് ഒന്ന് ഇലക്ട്രിഫിക്കേഷൻ, എങ്ങനെ ഒരു ബോഡിയെ എങ്ങനെ ഇലക്ട്രിഫൈ ചെയ്യാം എന്നാണ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൻ്റെ 3 മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു. ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ റബ്ബിംഗ്, 2 കണ്ടക്ഷൻ, 3 ഇൻഡക്ഷൻ. ആ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ചാർജിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. 3 പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞത്: അഡിറ്റിവിറ്റി, ക്വാണ്ടൈസേഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ചാർജ്. അവിടെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ എന്ത് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ ചാർജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്തായിരുന്നു? കൂളോംസ് ലോ. അപ്പോൾ എന്താണ് കൂളോംസ് ലോ എന്നും കൂളോംസ് ലോയുമായി ബന്ധപ്പെട്ട ഇക്വേഷനും ആ കൂളോംസ് ലോയെ എങ്ങനെ വെക്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം എന്നുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്ത് ചെയ്തത്, പറഞ്ഞു നിർത്തിയത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂളോംസ് ലോയെ വെക്റ്റർ ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അവിടെ നിന്ന് എങ്ങനെ കൂളോംസ് ലോ ന്യൂട്ടന്റെ തേർഡ് ലോ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഇലക്ട്രിക് ചാർജുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്കിവിടെ പറയാനുള്ളൂ. അതിനുശേഷം നമുക്ക് എങ്ങോട്ട് പോകണം? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ചാർജിനെ പറ്റിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ചാർജിന്റെ യൂണിറ്റ് എന്താണ് എന്ന് നമുക്കെല്ലാം അറിയാം. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളോംബാണ്. ചാർജിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൂളോംബാണ്. അങ്ങനെയെങ്കിൽ ഒരു കൂളോം ചാർജ്, 1 കൂളോം ചാർജിനെ എന്ത് ചെയ്യാൻ, ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ യൂണിറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരു കൂളോം ചാർജിനെ എന്ത് ചെയ്യാൻ പറയാണ്, ഡിഫൈൻ ചെയ്യാൻ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ 1 കൂളോം ചാർജിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? കൂളോംസ് ലോയുടെ സഹായത്തോടു കൂടി 1 കൂളോം ചാർജ് എന്താണ് എന്ന് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് നമ്മുടെ 2 ചാർജുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. Q1 എന്ന് പറയുന്ന ഒരു ചാർജ്, അതുപോലെ തന്നെ മറ്റൊരു ചാർജിന് വെച്ചിരിക്കുകയാണ്. അതെന്താണ്? Q2 ആണ്. അപ്പോൾ നമ്മൾ 2 ചാർജുകളുണ്ട്. Q1 എന്ന് പറയുന്ന ഒരു ചാർജും Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജും. ചാർജുകൾ ഏതോ ആയിക്കോട്ടെ, 2 പോസിറ്റീവ് ചാർജ് ആകാം, അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജ് ആകാം, അല്ലെങ്കിൽ 1 പോസിറ്റീവോ 1 നെഗറ്റീവോ ആകാം. അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ തൽക്കാലം എന്ത് പറയുന്നു, നമ്മുടെ കയ്യിൽ 2 ചാർജുകളുണ്ട്. ഈ ചാർജുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്താണെങ്കിൽ R ആണെന്ന് വിചാരിക്കാം. അപ്പോൾ Q1 എന്ന് പറയുന്ന ചാർജിനും Q2 എന്ന് പറയുന്ന ചാർജും R ഡിസ്റ്റൻസ് അകലെ എന്ത് ചെയ്തിരിക്കുകയാണ്, വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കൂളോംസ് ലോ പറയുന്നത്? കൂളോംസ് ലോ അനുസരിച്ച് ഈ 2 ചാർജുകൾക്കിടയിൽ എന്തുണ്ടാവും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സോ അല്ലെങ്കിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സോ ഉണ്ടാകും. ആ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു പറയുന്നത്? F = 1/4πε0 Q1 Q2/r². ഇതാണ് കൂളോംസ് ലോ പറയുന്നത്. ഈ 2 ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് അത് ചാർജിന്റെ നേച്ചറിനനുസരിച്ച് ഒന്നുകിൽ അട്രാക്റ്റീവ് ആകാം, അല്ലെങ്കിൽ എന്താകാം, റിപ്പൾസീവ് ആകാം. ആ ചാർജ് അല്ലെങ്കിൽ അവിടുത്തെ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/4πε0 Q1 Q2/r² ആണ്. ഇതാണ് ഏത് ലോ പറയുന്നത്? കൂളോംസ് ലോ പറയുന്നത്. ഈ ഫോഴ്സ് നമ്മൾ കൂളോം ഫോഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ε0 വരാൻ കാര്യം? നമ്മൾ ഇത് എന്ത് കൺസിഡർ ചെയ്തിരിക്കുകയാണ്? ഈ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുകയാണ്? ഫ്രീ സ്പേസിലാണ് എന്നുള്ള കൺസിഡറേഷനിലാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ε0 കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെയൊക്കെ വാല്യൂ അറിയാം. 1/4πε0യുടെ വാല്യൂ എത്രയാണ്? 1/4πε0യുടെ വാല്യൂ എത്രയാണ് നമുക്കറിയാം? 9 × 10⁻⁹ ആണ് എന്ന് നമുക്കറിയാം. അതുപോലെ ε0യുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8.85 × 10⁻12 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഡിഫൈൻ 1 കൂളോം. 1 കൂളോം ചാർജിനെ നമുക്ക് എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. അങ്ങനെയാണ് എങ്കിൽ ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുകയാണ് Q1 എന്ന് പറയുന്നത് 1 കൂളോം ചാർജ് ആണെന്ന് വിചാരിക്കും. Q1 എന്താണ്? 1 കൂളോം ചാർജ് ആണ്. Q2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 കൂളോം ചാർജ് ആണ്. അപ്പോൾ എന്താണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? Q1നെ 1 കൂളോം എന്നും Q2നെ എന്നും എടുത്തിരിക്കുന്നു. അതും 1 കൂളോം ചാർജ് ആണ്. അപ്പോൾ എന്താണ് നമ്മൾ കൊടുത്ത അസംഷൻ? Q1 = Q2 = എന്താണെങ്കിൽ 1 കൂളോം ആണെന്ന് വിചാരിക്കുക. ഇനി ഇവയ്ക്കിടയിലുള്ള സെപ്പറേഷൻ എത്രയാണ്? 1 മീറ്റർ ആണ്. എന്താണ്? ഈ 2 ചാർജുകൾക്കിടയിലുള്ള സെപ്പറേഷൻ നമ്മൾ എന്തെടുത്തിരിക്കുന്നു? R = എന്താ? 1 മീറ്റർ. അപ്പോൾ അവയ്ക്കിടയിലുള്ള സെപ്പറേഷൻ 1 മീറ്റർ ആണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഫോഴ്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Therefore F = എന്തെഴുതാം? 1/4πε0 × Q1 ന് പകരം എന്താണ്? 1 × 1 /
1ന്റെ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 1/4πε0 വാല്യൂ എത്രയാണ്? 9 × 10⁹ എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? എല്ലാം 1 ആണ്. അപ്പോൾ നമുക്ക് എത്ര ഫോഴ്സ് എന്ന് കിട്ടി? 1 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് രണ്ടും സെയിം ചാർജുകളാണ്. രണ്ട് സെയിം ചാർജ് ആണെങ്കിൽ ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ +1 ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്താണ് എടുക്കുന്നത്? +1 എന്നാണ് എടുത്തിരിക്കുന്നത്. -1 ആണെങ്കിൽ ഇതിനെ എന്ത് എടുക്കുന്നു? -1 എന്ന് എടുക്കുന്നു. അപ്പോൾ തീർച്ചയായും ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ത് ഫോഴ്സ് ആയിരിക്കും? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ഫോഴ്സ് 9 × 10⁹ ന്യൂട്ടൺ ആകുന്നത്? 1 കൂളോം ചാർജുള്ള ചാർജിൽ നിന്നും 1 മീറ്റർ അകലെയായി എന്ത് ചെയ്തിരിക്കുന്നു? അതേ വാല്യൂ ഉള്ള 1 കൂളോം തന്നെയുള്ള ഒരു ചാർജിനെ നമ്മൾ എന്ത് ചെയ്താൽ പ്ലേസ് ചെയ്താൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന റിപ്പൾസീവ് ഫോഴ്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 9 × 10⁹ ന്യൂട്ടൺ ആയിരിക്കും. എന്താണ്? അപ്പോൾ നമുക്ക് എങ്ങനെ 1 കൂളോമിനെ ഡിഫൈൻ ചെയ്യാം? എപ്പോഴാണ് 1 കൂളോം ചാർജ് വരുന്നത്? 1 കൂളോം ഈസ് ഡിഫൈൻഡ് ആസ് that charge which when placed in free space at a distance of 1 meter with an equal and similar charge. എങ്ങനെയായിരിക്കണം? ഇവിടെ ഉള്ളതിന്റെ ഈക്വൽ ആയിരിക്കണം, അതുപോലെ എന്തായിരിക്കണം? സിമിലർ ചാർജുമാണെങ്കിൽ it will repel with a force of 9 × 10⁹ ന്യൂട്ടൺ. അത് എന്ത് ചെയ്തിരിക്കും? 9 × 10⁹ ന്യൂട്ടൺ എന്ത് ചെയ്തിരിക്കും? റിപ്പൽ ചെയ്തിരിക്കും. അപ്പോൾ എന്താ, എങ്ങനെയാണ് നമ്മൾ 1 കൂളോം ചാർജിനെ ഡിഫൈൻ ചെയ്യുന്നത്? 1 കൂളോം ചാർജ് എത്തുന്ന എപ്പോഴാണ്? നമ്മളൊരു ചാർജ് കൺസിഡർ ചെയ്യുന്നു. 1 കൂളോം ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് എന്താണ്? ഇൻ ഫ്രീ സ്പേസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ. ഫ്രീ സ്പേസ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്തെടുത്തിരിക്കുന്നത്? ε0 എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കൂളോം ചാർജ് എടുത്തിരിക്കുന്നു. ആ 1 കൂളോം ചാർജിൽ നിന്നും 1 മീറ്റർ അകലെയായി മറ്റൊരു ചാർജ് വെച്ചിരിക്കുന്നു. ആ ചാർജ് എന്തായിരിക്കണം? ഇതിന്റെ അതേ ചാർജ് ആയിരിക്കണം, അതുപോലെ തന്നെ അതേ വാല്യൂവും ആയിരിക്കണം. അതേ ചാർജ്, അതേ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം. ഇത് 1 ആണെങ്കിൽ ഇത് എത്ര തന്നെ ആയിരിക്കണം? 1 ആണ് എങ്കിൽ എന്താ പ്രത്യേകത? ഇറ്റ് വിൽ റിപ്പൽ വിത്ത് 9 × 10⁹ ന്യൂട്ടൺ. 9 × 10⁹ ന്യൂട്ടൺ ഫോഴ്സിലായിരിക്കും ആ ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന എന്തെന്ന് പറയുന്നത്? റിപ്പൽസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂളോമിനെ ഡിഫൈൻ ചെയ്യുന്നത്. 1 കൂളോം ചാർജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നാം പറഞ്ഞു. ഇനി അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ 1 കൂളോം ഓഫ് ചാർജ്? 1 കൂളോം ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എങ്ങനെയാണ് ഒരു ബോഡി ചാർജ് ചെയ്യപ്പെടുന്നത്? ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിന്റെ ഫലമായിട്ടാണ് ഒരു ബോഡി എന്ത് ചെയ്യപ്പെടുന്നത്? ചാർജ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺ എന്ത് ചെയ്യപ്പെടുമ്പോൾ, കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ, ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ ആർക്കാണോ ഇലക്ട്രോൺ ലഭിക്കുന്നത് അതെന്താവും? നെഗറ്റീവ് ചാർജ് ആവുകയും ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് എന്തായി മാറുകയും ചെയ്യും? പോസിറ്റീവ് ചാർജായി മാറുകയും ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ച ഒരു പ്രത്യേക ഒരു പ്രോപ്പർട്ടി, ചാർജിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു എന്ത്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഓർമ്മയുണ്ടല്ലോ? എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൽ പറയുന്നത്? ചാർജ് Q is equal to നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഏതൊരു ബോഡിയിലുമുള്ള എക്സസീവ് ചാർജ് അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? Q is equal to ± NE എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇവിടെ Q എന്ന് പറയാൻ എന്താണ്? ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ചാർജ് ആണ്. ഒരു ബോഡിക്ക് എത്ര ചാർജ് ഉണ്ട് ആ ചാർജിനെയാണ് എന്ത് വിളിക്കുന്നത്? Q എന്ന് വിളിക്കുന്നത്. E എന്ന് പറഞ്ഞാൽ എന്താണ്? E എന്ന് പറഞ്ഞാൽ ചാർജിന്റെ ഫണ്ടമെന്റൽ വാല്യൂ ആണ്, അല്ലെങ്കിൽ ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ആണ്. അതെത്രയാണ്? 1.6 × ഇവിടെ വാല്യൂ എത്രയാണ്? 1.6 × 10⁻19 കൂളോം. ഇതിനെ നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്? ബേസിക് ചാർജ് ആണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ചാർജ് ആണ്. 1.6 × 10⁻19 കൂളോം ആണ്, ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും 1 കൂളോം ചാർജ് ഉണ്ട് എങ്കിൽ Q is equal to എന്തായാൽ 1 കൂളോം എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും Q is equal to 1 കൂളോം ആവുന്നത്? നമ്മുടെ ഇക്വേഷനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഏതിന്റെയൊക്കെ വാല്യൂ അറിയാം? Q is equal to 1 കൂളോം ആണ്. ഈ സമം നമുക്ക് എന്താണെന്ന് അറിയാം? 1.6 × 10⁻19 കൂളോം ആണ്. ഈ ഈക്വൽ എത്രയാണ്? 1.6 × 10⁻19 കൂളോം ആണ്. അങ്ങനെയാണ് എങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് n-ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? n is equal to, നമുക്ക് സൈൻ കളയാം, കാരണം നമുക്ക് നമ്പർ ആണ്, സൈനിന്റെ ആവശ്യമില്ല. അതിപ്പോൾ എന്താണ് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ ഈ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? Q/E എന്നായിട്ട് മാറും. അപ്പോൾ വാല്യൂ എന്ത് വരും? Qന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/1.6 × 10⁻19. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 6.25 × 10⁻18 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്? ഈ 6.25 × 10⁻18 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്? 1 കൂളോം ചാർജ് എന്ന് പറയുമ്പോൾ ആ 1 കൂളോം ചാർജ് ആകുന്നത് എപ്പോഴാണ്? 6.25 ×
10⁻18 ഇലക്ട്രോണുകൾ ചേരുമ്പോഴാണ് എത്ര കൂളോം ചാർജ് ആവുന്നത്? 1 കൂളോം ചാർജ് ആവുന്നത്. അപ്പോൾ എന്താണ് 1 കൂളോം ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കൂളോം ചാർജ് ഈസ് ഈക്വൽ ടു ദി ചാർജ് ഓഫ് 6.25 ഇൻറ്റു 10⁻18 നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അത്രയും ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് എന്നെന്ന് പറയുന്നത് 1 കൂളോം ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 1 കൂളോം ചാർജ് നമുക്ക് എങ്ങനെ പറയാം? ചോദിക്കുകയാണ് വാട്ട് ഡു യു മീൻ ബൈ 1 കൂളോം ഓഫ് ചാർജ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 1 കൂളോം ചാർജ് ഈസ് ഈക്വൽ ടു ദി ചാർജ് ഓഫ് 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ്. 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോണുകളുടെ ചാർജിന് തുല്യമാണ് എന്നെന്ന് പറയുന്നത് 1 കൂളോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷനകത്ത് n എന്ന് പറഞ്ഞാൽ എന്താണ്? Q എന്താണെന്ന് നമുക്കറിയാം. Q എന്താണ്? ഒരു ബോഡി അക്യൂർ ചെയ്യുന്ന ചാർജ് ആണെന്ന് പറയുന്നത് Q എന്ന് പറയുന്നത്. E എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു? E എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ചാർജ് ആണ്, അല്ലെങ്കിൽ ബേസിക് ചാർജ് ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻19 കൂളോമുമാണ്. ഇനി ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താ? എന്നിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നൊരു ഇൻറ്റിജർ ആണ് എന്നും എന്നിന് 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ n യഥാർത്ഥത്തിൽ ഇവിടെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് എക്സസീവ് ഇലക്ട്രോൺസ് ആണ്. എന്താണ് ഈ എക്സസീവ് ഇലക്ട്രോൺസ് എന്ന് പറയാനുള്ള കാര്യം? നമുക്കറിയാം ഒരു ബോഡിയിൽ ഒരുപാട് ഇലക്ട്രോണുകളുണ്ട്, അതിന് തുല്യമായി തന്നെ എന്തുണ്ട്? പ്രോട്ടോണുകളുമുണ്ട്. അപ്പോൾ ഒരു ബോഡി ഇലക്ട്രിക്കലി എന്താണ് നമുക്കറിയാം? ന്യൂട്രലാണ്. പ്രോട്ടോണിന്റെ എണ്ണം, പോസിറ്റീവിന്റെ എണ്ണവും നെഗറ്റീവിന്റെ എണ്ണവും എന്താണ്? തുല്യമാണ്. അപ്പോൾ അതിനകത്ത് ഒരു ബോഡിക്കകത്ത് ഒരുപാട് ഇലക്ട്രോണുകൾ കാണും. ആ ഇലക്ട്രോണുകളുടെ എണ്ണമാണോ ഈ കൊടുത്തിരിക്കുന്നത്? ഒരിക്കലും അല്ല. പകരം ഈ n എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡി ചാർജ് ചെയ്യപ്പെടുമ്പോൾ എന്താ പ്രത്യേകത? ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യപ്പെടണം? ട്രാൻസ്ഫർ ചെയ്യപ്പെടണം. അങ്ങനെ ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എത്ര ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ആയി, ആ എക്സസീവ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ എണ്ണമാണെന്ന് പറയുന്നത് n എന്ന് പറയുന്നത്. അപ്പോൾ ഈ n എന്ന് പറഞ്ഞാൽ ആ ബോഡിക്ക് എത്ര ചാർജ് കിട്ടി എന്ന് കാണിക്കുന്നതിനുള്ളതാണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്ന് ഓർത്തിരിക്കുക, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ല. എന്താണ്? n ഈസ് ദി നമ്പർ ഓഫ് എക്സസീവ് ഇലക്ട്രോൺസ്. എക്സസീവ് ആയിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണെന്ന് പറയുന്നത് n എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തുവാ? ഡിഫൈൻ 1 കൂളോം. 1 കൂളോമിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എങ്ങനെയായിരുന്നു 1 കൂളോമിനെ നാം ഡിഫൈൻ ചെയ്തത്? 1 കൂളോം ചാർജിൽ നിന്നും 1 മീറ്റർ അകലെയായി അതേ ചാർജുള്ള 1 കൂളോം ചാർജിനെ തന്നെ വെച്ചാൽ ഈ 2 ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന റിപ്പൾസീവ് ഫോഴ്സ് എന്തായിരിക്കും? 9 ഇൻറ്റു 10⁻9 ന്യൂട്ടൺ ആയിരിക്കും. അതാണ് നമ്മൾ എന്ത് ചെയ്തത്? ആദ്യം 1 കൂളോമിനെ ഡിഫൈൻ ചെയ്തത്. എന്നാൽ ഇവിടെ പറഞ്ഞത് എന്താ? വാട്ട് ഡു യു മീൻ ബൈ 1 കൂളോം ഓഫ് ചാർജ്? 1 കൂളോം ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? 1 കൂളോം ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോണുകളുടെ ചാർജിന് തുല്യമാണെന്ന് പറയുന്നത് 1 കൂളോം ചാർജ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട അടുത്തൊരു പോർഷനിലേക്കാണ് നാം ഇനി പോകുന്നത്. അതിന്റെ പേരാണ് എന്താ? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. പ്ലസ് 1 നമ്മളിത് കേട്ടുള്ളതാണ്. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? അതെന്താണ്? നമുക്ക് ചാർജിന്റെ കേസിൽ എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു ചാർജിനെ കൺസിഡർ ചെയ്യുന്നു. Q എന്ന് പറയുന്ന ഒരു ചാർജിനെ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ പോയിന്റിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഈ Q എന്ന് പറയുന്ന ചാർജിന്റെ അടുത്തേക്ക് ഞാൻ മറ്റൊരു ചാർജിനെ കൊണ്ടുവരികയാണ്. അതിന്റെ വാല്യൂ എന്താണെന്ന് വിചാരിക്കുക? Q1 ആണ്. അപ്പോൾ നമ്മളതിൽ Q എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്. ആ Q എന്ന് പറയുന്ന ചാർജിന്റെ അടുത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? Q1 എന്ന് പറയുന്ന മറ്റൊരു ചാർജിനെ കൊണ്ടുവരികയാണ്. അങ്ങനെ മറ്റൊരു ചാർജിനെ കൊണ്ടുവന്നാൽ ഇപ്പോൾ ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? R1 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ 2 ചാർജുകൾക്കിടയിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. അത് അട്രാക്റ്റീവ് ആവാം, റിപ്പൾസീവ് ആവാം. അത് ആർക്കനുസരിച്ച് മാറും? ചാർജിന്റെ നേച്ചറിനനുസരിച്ച് മാറും. അപ്പോൾ അവയ്ക്കിടയിൽ തീർച്ചയായും എന്തുണ്ടാവും? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ചാർജിൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? Q1 എന്ന് പറയുന്ന ചാർജാണ് ഈ ചാർജിൽ എന്ത് കൊടുക്കുന്നത്? ഒരു ഫോഴ്സ് കൊടുക്കുന്നത്. എന്നാൽ ഇതിന്റെ അടുത്തേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? മറ്റൊരു ചാർജിനെ കൊണ്ടുവരികയാണ്. Q2 എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നു? മറ്റൊരു ചാർജിനെ കൊണ്ടുവരുന്നു. ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് വിചാരിക്കാം? R2 ആണ്. Q1 നിന്നും Q2യിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എന്തെടുത്തു? R2 എന്ന് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എന്താ പ്രത്യേകത? നേരത്തെ ഈ ഒരു ചാർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളപ്പോൾ എന്താ പ്രത്യേകത? ഇതിൽ ഫോഴ്സ് കൊടുക്കാൻ ആര് മാത്രമേ ഉള്ളൂ? Q1 മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ആര് കൂടി വന്നു? Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജ് കൂടി വന്നു. അപ്പോൾ ഈ Q2 എന്ന് പറയുന്ന ചാർജും എന്ത് ചെയ്യും? ഇതിനകത്തൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഇനി മൂന്നാമത് ഞാൻ മറ്റൊരു ചാർജിനെ കൊണ്ടുവച്ചാലോ? Q3 എന്ന് പറയുന്ന മറ്റൊരു ചാർജിനെ കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യും? ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് വിചാരിക്കുക?
R3 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും Q3യും എന്ത് ചെയ്യും? ഈ ക്യൂവിനകത്തൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒരാളാണ് ഫോഴ്സ് കൊടുക്കാനുള്ളത്. Q1 എന്ന് പറയുന്ന ചാർജ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, Q2 എന്ന് പറയുന്ന ചാർജ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യിപ്പിക്കുന്നു, Q3 എന്ന് പറയുന്ന ചാർജ് മറ്റൊരു ഫോഴ്സ് എന്ത് ചെയ്യുന്നു? എക്സേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് F ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത്. ആ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മെ സഹായിക്കുന്ന നിയമത്തെ വിളിക്കുന്ന പേരാണെന്ന്, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണെന്ന് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പോൾ എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് ഫോഴ്സുകളെ ഉള്ളതെന്ന് വിചാരിക്കും. ഇത് Q എന്ന് പറയുന്ന ഒരു ചാർജാണ്. ഈ Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും R1 ഡിസ്റ്റൻസ് അകലെയായിട്ടുള്ള ചാർജാണെന്ന് Q1. ഈ Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും R1 ഡിസ്റ്റൻസ് അകലെയുള്ള ചാർജാണെന്ന് Q1 എന്ന് പറയുന്നു. ഇതേ Qവിൽ നിന്നും R2 ഡിസ്റ്റൻസ് അകലെയുള്ള മറ്റൊരു ചാർജാണെന്ന് Q2. അപ്പോൾ നമ്മളെ രണ്ട് ചാർജ്, Q എന്ന് പറയുന്ന ഒരു ചാർജ്, ആ ചാർജിന്റെ അടുത്ത് എന്ത് ചെയ്തിരിക്കുന്നു? Q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഇരിക്കുന്നു. അത് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? R1 ഡിസ്റ്റൻസ് അകലെയാണ്. ഇതേ Qവിൽ നിന്നും R2 ഡിസ്റ്റൻസ് അകലെ എന്ത് ചെയ്യുന്നു? Q2 എന്ന് പറയുന്ന ഒരു ചാർജ് ഇരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം സെയിം ചാർജ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഉദാഹരണത്തിന് Qവും Q2വും Q1ഉം എല്ലാം എന്താണെന്ന് വിചാരിക്കുക, സെയിം ചാർജുകളാണ് എങ്കിൽ ഈ രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കുമല്ലോ. ആ റിപ്പൾസീവ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇതിനെ റിപ്പൽ ചെയ്യുമ്പോൾ തീർച്ചയായും എന്തായിരിക്കും? ഈ രീതിയിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും, ആണല്ലോ. അല്ലെങ്കിൽ നമ്മൾ അതിന് ഇങ്ങോട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ചാർജ് എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നമ്മൾ അങ്ങോട്ട് എത്ര റിപ്പൽ ചെയ്യുന്നു അതേ ഈക്വൽ ഫോഴ്സിൽ എന്ത് ചെയ്യും? തിരിച്ച് റിപ്പൽ ചെയ്യും. അതുപോലെ Q2 എന്ത് ചെയ്യും? Qവിനെ അതേപോലെ എന്ത് ചെയ്യുന്നു? ഒരു റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കുന്നു. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? Q ഇതിനെ റിപ്പൽ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും റിപ്പൽ ചെയ്യുന്നത്. അതിന് നമുക്ക് F2 എന്ന് വിളിക്കാം. അതേ മാഗ്നിറ്റ്യൂഡിൽ തന്നെ Q2 Qവിനെ എന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ട് റിപ്പൽ ചെയ്തില്ലേ? അപ്പോൾ ഇവിടുത്തെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണ്? F2. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ Q? ഈ Qവിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ എത്ര ഫോഴ്സ് ഉണ്ട്? F1 ഉണ്ട്, F2 ഉണ്ട്. ഈ ടോട്ടൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്ത് ക്വാണ്ടിറ്റികളാണ്? വെക്റ്റർ ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകളെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റൂ? രണ്ട് വെക്ടറുകളെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അവയുടെ വെക്റ്റർ സം വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഈ രണ്ട് വെക്ടറുകളുടെ വെക്റ്റർ സം എങ്ങനെയാണ് എടുക്കുന്നത്? വെക്റ്റർ സം എടുക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ള നിയമമാണെന്ന് പറയുന്നത് പാരലൽ ഓഫ് വെക്റ്റർ അഡിഷൻ. അപ്പോൾ ആ പാരലൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് ഫോഴ്സുകളുടെയും എഫക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എഫക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? വെക്റ്റർ F = F1 + F2 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്ര ഫോഴ്സേ ഉള്ളൂ? രണ്ട് ഫോഴ്സുകളാണുള്ളത്. അപ്പോൾ ഈ ഇതാണ് എന്ത് പറയുന്നത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഒരു ചാർജിൽ ഒന്നിലധികം ചാർജുകൾ എന്ത് ചെയ്യപ്പെട്ടാൽ, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ചാർജുകൾ കൊടുക്കുന്ന ഫോഴ്സുകളുടെ വെക്റ്റർ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്? ഒരു ചാർജിൽ ഒന്നിലധികം ചാർജുകൾ എന്ത് ചെയ്താൽ, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ചാർജുകളുടെ എങ്ങനെയുള്ള സമ്മായിരിക്കും? ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെക്റ്റർ സമ്മായിരിക്കും. എന്തായിരിക്കും? വെക്റ്റർ സമ്മായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്? ഇഫ് there are n number of charges, ഇപ്പോൾ നമ്മൾ എത്ര ചാർജിന്റെ കാര്യം പറഞ്ഞുള്ളൂ? രണ്ട് ചാർജുകളുടെ കാര്യം പറഞ്ഞുള്ളൂ. ഇനി n number of charges ഉണ്ടെങ്കിലോ Q1 Q2 എക്സെട്ര Qn ചാർജുകളാണ് ഈ Qവിനെ ചുറ്റി നിൽക്കുന്നത് എങ്കിൽ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ദിസ് ചാർജ് ഈസ് ദി സം ഓഫ്. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഓരോ ചാർജുകൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ, Q1 കൊടുക്കുന്ന ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? F1 എന്ന് വിളിക്കാം. പ്ലസ് Q2 കൊടുക്കുന്ന ഫോഴ്സിനെ എന്ത് വിളിക്കാം? F2 പ്ലസ് എക്സെട്ര എന്ന് എഴുതാം, Fn എന്ന് എഴുതാം. ഈ നിയമത്തെ വിളിക്കുന്ന പേരാണെന്താ? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിന്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? If there are number of charges, ഏതൊക്കെയാണ് നമ്പർ ഓഫ് ചാർജസ്? Q1 Q2 എക്സെട്ര. Q1 അറൗണ്ട് എ ചാർജ് Q, ഒരു ചാർജിന് ചുറ്റുമായിട്ട് n നമ്പർ ഓഫ് ചാർജുകൾ ഇരുന്നാൽ, then according to superposition principle, the total force acting on this charge is the vector sum of individual charges, forces due to the individual charges. ആ ഇൻഡിവിജ്വൽ ചാർജുകൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ
വെക്റ്റർ സമ്മിന് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എഫ് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു F1 പ്ലസ് F2 പ്ലസ് എക്സെട്ര എന്ന് എഴുതാം, Fn എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനെ പറ്റിയാണ്. അപ്പോൾ ഒന്നിലധികം ചാർജുകൾ അല്ലെങ്കിൽ ഒന്നിലധികം ചാർജുകളുടെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസിലായി ഞാൻ എന്ത് ചെയ്യാണ്? ഓരോ സെയിം ചാർജിനെ പ്ലേസ് ചെയ്യാണ്. Q Q Q 3 എന്താണ്? സെയിം ചാർജ് ആണ്. ഉദാഹരണത്തിന് 3 എന്താണെന്ന് വിചാരിക്കുക? പോസിറ്റീവ് ചാർജുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസിലായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? Q ചാർജിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്താണെന്ന് കൺസിഡർ ചെയ്യാം? L ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡുകൾ എന്താണ്? സൈഡിന്റെ ലെങ്ത് എന്താണ്? L ആണ്. അങ്ങനെയെങ്കിൽ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിലായി ഞാനൊരു ചാർജിനെ പ്ലേസ് ചെയ്യാം. അതിനെ ക്യാപിറ്റൽ Q എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സെൻട്രലായിട്ട് ഞാനൊരു ചാർജിനെ പ്ലേസ് ചെയ്യുന്നു. ഈ ചാർജിന്റെ വാല്യൂ എന്താണ്? Q ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളോട് പരീക്ഷയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ചാർജ് Q പ്ലേസ്ഡ് അറ്റ് ദി സെൻട്രോയിഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് ലെങ്ത് L. അപ്പോൾ L ലെങ്ത് ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സെൻട്രലായിട്ട് ഒരു ചാർജിനെ Q എന്ന് പറയുന്ന ഒരു ചാർജിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ Q നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ചാർജുകളെല്ലാം തന്നെ എന്താണ്? പോസിറ്റീവ് ചാർജുകളാണെന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ 3 ചാർജുകൾ വെർട്ടിസസിലിരിക്കുന്നു, പോസിറ്റീവ് ചാർജുകളാണ്. സെൻട്രോയിഡിലായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? Q എന്ന് പറയുന്ന മറ്റൊരു ചാർജിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ Qയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് തൽക്കാലം പേരുകൾ കൊടുക്കാം. ഈ വെർട്ടിസസിനെ A, B, C. ഇവിടെ വരെയുള്ള അകലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? D എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഈ Q എന്ന് പറയുന്ന ചാർജിൽ എത്ര ഫോഴ്സുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? Q എന്ന് പറയുന്ന ചാർജിൽ ആദ്യം ഫോഴ്സ് ആര് എക്സ്പീരിയൻസ് ചെയ്യുന്നു? A എന്ന് പറയുന്ന വെർട്ടിസസിൽ ഇരിക്കുന്ന ചാർജ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. B എന്ന് പറയുന്ന വെർട്ടിസസിൽ ഇരിക്കുന്ന ചാർജ് ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. C എന്ന് പറയുന്ന വെർട്ടിസസിൽ ഇരിക്കുന്ന ചാർജ് എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ തീർച്ചയായും എത്ര ഫോഴ്സുകൾ ഇവിടെ ഉണ്ട്? 3 ഫോഴ്സുകളുണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഈ 3 ഫോഴ്സുകളുടെയും കൂടെ എന്തായിരിക്കും? വെക്റ്റർ സം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ F is equal to F1 plus F2 plus F3 ആണെന്ന് പറയുന്നത്. F is equal to F1 plus F2 plus F3 ആണെന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ചാർജ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഓരോ ഫോഴ്സിന്റെയും വാല്യൂ കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? ആഡ് ചെയ്തെടുക്കുമ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്താണ് വേണ്ടത്? വെക്റ്റർ സം ആണ് വേണ്ടത്. അപ്പോൾ അതിന്റെ എന്തുകൂടി വേണം? ഡയറക്ഷൻ കൂടി നമുക്ക് എന്താണ്? ആവശ്യമാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഇവിടെയുള്ള ചില മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, ലെങ്തുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് A മുതൽ നമ്മുടെ സെൻട്രോയിഡിനെ O എന്ന് വിളിച്ചാൽ A മുതൽ O വരെയുള്ള ലെങ്ത് വേണം. എന്നാലേ ഇവിടുത്തെ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. B മുതൽ O വരെയുള്ള ലെങ്ത് വേണം. എന്നാലേ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. C മുതൽ O വരെയുള്ള അകലം വേണം. എന്നാലേ നമുക്ക് എന്താ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൂളോംസ് ലോ അനുസരിച്ച് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? F is equal to 1/4πε0 Q1 Q2 R² ആണല്ലോ. അപ്പോൾ ε0 വരാൻ കാര്യം എന്താണ്? ഈ ചാർജുകളെല്ലാം എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഫ്രീ സ്പേസിലാണ് എന്ന് വിചാരിക്കാം. 1/4πε0 Q1 Q2 R² ആണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് വാല്യൂസ് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റൻസ് ആവശ്യമാണ്. ആ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട ഡിസ്റ്റൻസ് നമുക്കറിയാം. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ AO എന്ന് പറയുന്നതും B മുതൽ O വരെയുള്ള അകലവും C മുതൽ O വരെയുള്ള അകലവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. A മുതൽ O വരെയും B മുതൽ O വരെയും C മുതൽ O വരെയുള്ള അകലം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? A മുതൽ D വരെയുള്ള അകലം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വാട്ട് ഈസ് AD? ഈ പടത്തിൽ നിന്ന് A മുതൽ D വരെയുള്ള അകലം, ഈ ലെങ്ത് നമുക്ക് എത്ര ആണെന്ന് അറിയാം? L ആണെന്ന് അറിയാം. L ആണ് എങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ ആംഗിൾ തീർച്ചയായും എത്ര ആയിരിക്കും? 30 ആയിരിക്കും. അപ്പോൾ A മുതൽ D വരെയുള്ള അകലം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ AC ഇൻറ്റു എന്തായിരിക്കും? cos 30 ആയിരിക്കും എന്ന് പറയുന്നത്
എ മുതൽ ഡി വരെയുള്ള അകലം എന്ന് പറയുന്നത്. കാര്യം ഈ ആംഗിളിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് ആണല്ലോ, cos θ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സിയുടെ വാല്യൂ നമുക്കറിയാം, L ഇൻറ്റു cos 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3/2. അപ്പോൾ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടി? എ മുതൽ ഡി വരെയുള്ള അകലം കിട്ടി. എ മുതൽ ഡി വരെയുള്ള അകലം കിട്ടിയാൽ എ മുതൽ സെൻട്രോയിഡ് വരെയുള്ള അകലം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇത് 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് 2/3 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ ഒ എന്ന് പറയുന്നത് എ ഡിയുടെ എന്താണ്? 2/3 ആണ്. ഇത് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ എന്താണ് എ ഒ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എ ഡിയുടെ എന്താണ്? 2/3 ആണ്. അങ്ങനെയെങ്കിൽ എ ഒയുടെ കാര്യം നമുക്ക് എന്ത് കിട്ടും? 2/3 ഇൻറ്റു L ഇൻറ്റു √3/2. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? 2 × 2 ക്യാൻസൽ ആയി പോകുന്നു. 3 √3 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ L/√3 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടി L/√3 ഏത് ഡിസ്റ്റൻസാണ്? എ മുതൽ ഒ വരെയുള്ള അകലം L/√3 ആണ്. ബി മുതൽ ഒ വരെയുള്ള അകലം L/√3 ആണ്. സി മുതൽ ഒ വരെയുള്ള അകലവും എന്താണ്? L/√3 ആണ്. അപ്പോൾ നമുക്ക് ഈ എല്ലാത്തിൻ്റെയും വാല്യൂ എന്ത് കിട്ടി? L/√3 എന്നെന്ത് കിട്ടും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്താണ് വേണ്ടത്? ഫോഴ്സുകളാണ് വേണ്ടത്. ഓരോ ഫോഴ്സുകളായിട്ട് എഴുതി നോക്കാം. ഫസ്റ്റ് ഫോഴ്സ് F1. F1ന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് F1? F1ന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മളുള്ള ഇക്വേഷൻ എന്താണ്? 1/4πε0 Q1 Q2/r². അപ്പോൾ അത് അതുപോലെ എഴുതും. 1/4π ഫ്രീ സ്പേസ് ആയതുകൊണ്ട് എന്ത് വന്നു? ε0 ഇൻറ്റു ഫസ്റ്റ് ചാർജ് എന്താണ്? ക്യാപിറ്റൽ Q. സെക്കൻഡ് ചാർജ് ഏതാണ്? സ്മാൾ q ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയാം? L/√3യുടെ എന്താണ്? സ്ക്വയർ ആണ്. അപ്പോൾ F1ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? F1 = 1/4πε0. ഈ സ്ക്വയർ എടുക്കുമ്പോൾ അത് മുകളിൽ പോകുന്നു. 3q ഡിവൈഡഡ് ബൈ L². ഇതാണ് 1/4πε0 3q × q ഡിവൈഡഡ് ബൈ L² എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി ഡയറക്ഷൻ കൂടി വേണം. ഈ രണ്ടും എന്താണ്? സെയിം ചാർജുകളാണ് എന്നാണ് നാം പറയുന്നത്. അപ്പോൾ തീർച്ചയായും അവിടെയുള്ള ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. ഈ Q എന്ന് പറയുന്ന ചാർജ് ക്യാപിറ്റൽ Qനെ എന്ത് ചെയ്യാണ്? താഴേക്ക് റിപ്പൽ ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഡൗൺവേർഡ് ആണ്. ഇതാണ് F1ന്റെ ഡയറക്ഷൻ. ഈ ലൈനിലാണ് എന്ത് ചെയ്യുന്നത്? റിപ്പൽ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ F1ന്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് അതിന് എന്ത് എഴുതാം? ഏത് ഡയറക്ഷനാണ്? എലോങ് എയിൽ നിന്നും ഒയിലേക്ക്. അപ്പോൾ ഡയറക്ഷൻ എഴുതുന്ന ശ്രദ്ധിച്ചോണം. ഡയറക്ഷൻ എങ്ങോട്ടാണ്? എയിൽ നിന്നും ഒയിലേക്കാണ്, താഴോട്ടാണ്. അല്ലെങ്കിൽ എയിൽ നിന്നും ഡിയിലേക്ക് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എയിൽ നിന്നും ഒയിലേക്കാണ് ആറ് ഡയറക്ഷൻ? F1ന്റെ ഡയറക്ഷൻ. ഇനി F2 എങ്ങനെ കണ്ടുപിടിക്കാം? F2 കണ്ടുപിടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കും. F2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ചാർജ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ചാർജ് എന്ത് തന്നെയാണ്? Q തന്നെയാണ്. ഇവിടുത്തെ ചാർജ് എന്താ? ക്യാപിറ്റൽ Q. ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച അതേ ഫോഴ്സ് തന്നെയായിരിക്കും എവിടെയും ഉണ്ടാവുന്നത്. ഇവിടെ മാഗ്നിറ്റ്യൂഡിൽ എന്തുണ്ടാകുന്നില്ല? വ്യത്യാസമില്ല. 1/4πε0 3q × q ഡിവൈഡഡ് ബൈ L². എന്തുകൊണ്ടാണ് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആവാൻ കാര്യം? ചാർജുകൾ സെയിം ആണ്, സെൻട്രലിൽ ഇരിക്കുന്ന ചാർജ് സെയിം ആണ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസും എന്താണ്? സെയിം ആയതുകൊണ്ടാണ്. എന്നാൽ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഈ ചാർജ് ഇതിനെ റിപ്പൽ ചെയ്യുകയല്ലേ. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ ഡയറക്ഷനിലാണ്. ഇതാണെന്ന് പറയുന്നത് F2ന്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് അതിന് എന്ത് പറയാം? എലോങ് BO. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ബിയിൽ നിന്നും ഒയുടെ ഡയറക്ഷനിലാണ്. ഇനി അങ്ങനെയെങ്കിൽ F3 നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. എങ്ങനെയാണ് F3 കണ്ടുപിടിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. 1/4πε0 3q ഡിവൈഡഡ് ബൈ L². ചാർജുകൾ സെയിം ആണ്, ഡിസ്റ്റൻസും സെയിം ആണ്. ഇനി എന്ത് മാത്രമേ ഉള്ളൂ? ഡയറക്ഷൻ. റിപ്പൽ ചെയ്യുമ്പോൾ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇതാണ് F3. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ പറയൂ. എലോങ് CO. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 ഫോഴ്സുകളാണ് കിട്ടിയത്. ഏതൊക്കെയാണ് 3 ഫോഴ്സുകൾ? F1, F2, F3. 3 ഫോഴ്സുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സെൻട്രോയിഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ Qവിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഈ 3 ഫോഴ്സുകളെയും തമ്മിൽ എന്ത് ചെയ്യണം? വെക്റ്റർ സം ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് വെക്റ്റർ സം ചെയ്യുക? ഈ ഫോഴ്സുകളെ ഞാനൊന്ന് മാറ്റി വരച്ചാൽ ഇവിടെ നോക്കൂ. ഇത് F1 ആണ്, ഇത് F2 ആണ്, ഇതെന്താണ്? F3 ആണ്. നമ്മളെ എന്താണ്? 3 ഫോഴ്സുകളാണ് ഉള്ളത്. F1, F2, F3.
തീർച്ചയായും ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി വീതമായിരിക്കും. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി വീതമാണ്. അപ്പോൾ ഈ 3 ഫോഴ്സുകളുടെ എങ്ങനെയാണ് നമ്മൾ അതിന്റെ വെക്ടർ സം കണ്ടുപിടിക്കുക? ഏത് ലാ ഉപയോഗിച്ചാൽ മതി? യൂസിങ് പാരലോഗ്രാം ലാ ഓഫ് വെക്ടർ അഡിഷൻ. പാരലോഗ്രാം ലാ ഉപയോഗിച്ചാൽ നമുക്കറിയാം നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഈ രണ്ട് ഫോഴ്സ് F2-ന്റെയും F3-യുടെയും റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ, F2-ന്റെയും F3-യുടെയും റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ അതിനെ ഒരു പാരലോഗ്രാം ആക്കി. അപ്പോൾ അതിന്റെ ഡയഗണൽ ആയിരിക്കും എന്ന് പറയുന്നത് F. ഈ രണ്ട് ചാർജുകളുടെയും റിസൾട്ടന്റ് നമുക്ക് F23 എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഈ രണ്ടിന്റെയും റിസൾട്ടന്റ് ഏത് ഡയറക്ഷനിൽ കിട്ടും? നമ്മുടെ സെൻട്രൽ ഡയറക്ഷനിൽ കിട്ടും. അത് നമ്മുടെ F1-ന് നേരെ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കൂ. F2-ന്റെയും F3-യുടെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും എന്ത് തന്നെയായിരിക്കും? നമുക്ക് ഇവിടെ ലഭിച്ച ഇതേ മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും. നിങ്ങൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്കറിയാം രണ്ട് ഫോഴ്സുകൾ ഉണ്ടെങ്കിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? രണ്ട് വെക്ടറുകളുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ്, ഇപ്പോൾ F2 F3 ആണെങ്കിൽ എന്ത് വരും? F2 സ്ക്വയർ പ്ലസ് F3 സ്ക്വയർ പ്ലസ് 2F2 F3 cos തീറ്റ. അപ്പോൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? F2-ന് F3-ക്ക് ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 120 ആണ്. അപ്പോൾ 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് അതിന്റെ മാഗ്നിറ്റ്യൂഡിന് എന്തായിട്ട് ലഭിക്കുന്നു? ഈക്വൽ ആയിട്ടാണ് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നോക്കൂ, F1-ന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴേക്കാണ്. ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് എങ്ങോട്ടാണ്? നേരെ മുകളിലേക്കാണ്. അപ്പോൾ ഈ 3 ഫോഴ്സുകൾ നമ്മൾ, അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ഫോഴ്സുകൾ ഓരോന്നായി കൺസിഡർ ചെയ്താൽ F1-ന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? F2. ഇതാണ് F1-ന്റെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴേക്കാണ്. ഇതാണ് F1. F2-ന്റെ F3-യുടെ റിസൾട്ടന്റ് ഡയറക്ഷൻ എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. അതിന്റെ വാല്യൂ മുകളിലേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ രണ്ട് ഫോഴ്സുകളും ഈക്വലായി വരികയും ഇവ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യപ്പെടുകയും ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ടോട്ടൽ ഫോഴ്സ്, ഫൈനൽ ഫോഴ്സ് എന്ന് പറയാൻ നമുക്ക് എന്തായി പോകും? F = 0 എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് F = 0 എന്ന് കിട്ടിയത്? ഈ 3 ഫോഴ്സുകളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുകയാണ്. 3 ഫോഴ്സുകളെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ടിന്റെയും സെയിം വാല്യൂ തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാകുന്നത്. പക്ഷേ F1-ഉം ഇതിന്റെയും വാല്യൂ എന്താണ്? ഈക്വൽ ആണ്. പക്ഷേ ഡയറക്ഷൻ ഇത് ഡൗൺവേർഡ് ആണെങ്കിൽ ഇതെന്താണ്? അപ്വേർഡ് ആണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകൾ തമ്മിൽ എന്ത് ചെയ്യപ്പെടും? പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അല്ലെ തന്നെ ആലോചിച്ചാൽ ഈക്വൽ ആയിട്ടുള്ള 3 ഫോഴ്സുകൾ ഈ ഡയറക്ഷനിൽ അല്ലെങ്കിൽ 120 ഡിഗ്രിയിൽ ഈക്വൽ ആയിട്ടുള്ള 3 ഫോഴ്സുകൾ 120 ഡിഗ്രിയിൽ ഒരു പോയിന്റിൽ ആക്ട് ചെയ്താൽ ഈ 3 ഫോഴ്സുകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യപ്പെടും? ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ റിസൾട്ടന്റ് ആയിട്ടൊരു ഫോഴ്സ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് നമുക്ക് എന്തെന്ന് കിട്ടുന്നു? 0 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ നമ്മെ സഹായിച്ചത് ഏതാണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? ചോദിക്കും. ഇതിപ്പോൾ സെൻട്രോയിഡ് ആണ് ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എങ്കിൽ ചിലപ്പോൾ സ്ക്വയർ ചോദിക്കാം, ചിലപ്പോൾ ക്യൂബ് ചോദിക്കാം. അപ്പോൾ അങ്ങനെ പല ഡയമെൻഷനുകൾ തന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്? ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏത് നിയമം ഉപയോഗിച്ചേ ചെയ്യാവൂ? യൂസിങ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ.